ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ആദ്യം നമുക്ക് ആദ്യം കഥ നമുക്ക് പിന്നീട് പറയാം. നമുക്ക് ആദ്യം ഈ സമഗ്രയില് ഒരു ടീച്ചിങ് മാനുവല് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടുന്ന കുറച്ച് പ്രോംപ്റ്റുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീച്ചിങ് മാനുവലും ഉണ്ട്. ഒരു ടീച്ചിങ് മാനുവൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രോംപ്റ്റുകൾ. ഓക്കെ, അപ്പൊ അതിന്റെ പണി തുടങ്ങാം. നേരെ ഗൂഗിൾ എടുക്കുന്നു, സമഗ്ര എടുക്കുന്നു. എൻ്റെ കയ്യിലുള്ള ടീമിനെ ഞാൻ തന്നിട്ടുണ്ട്. അതിനകത്ത് സമഗ്ര. ഓക്കെ, ഈ കാണുന്നതാണല്ലോ നമ്മുടെ സമഗ്ര ടീച്ചറും പിള്ളേരും. അതിനകത്തുനിന്ന് ലോഗിൻ ഓപ്ഷൻ കൊടുക്കുന്നു, യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കുന്നു, 5594 എന്ന് പറയുന്ന ക്യാപ്ച അടിച്ചു കൊടുക്കുന്നു. സമ്പൂർണ്ണ ലോഗിൻ ഒന്നും കൊടുക്കണ്ട. ക്യാപ്ച അടിക്കുക, യൂസർ ഐ ഡി പാസ്വേഡ്, മൂന്ന് സാധനങ്ങളെ കൊടുക്കാനും. ലോഗ് ആരോ മൈക്ക് എടുത്തു. യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ, സ്കൂളിൽ നിന്നാണോ തരുന്നത്? ടീച്ചർ പെർമനന്റ് ടീച്ചറാണോ ടെമ്പററി ടീച്ചറാണോ? ടെമ്പററിയാ. ടെമ്പററി. അപ്പോ നമുക്ക് പെർമനന്റ് ആണെങ്കിൽ അവരുടെ പിൻ നമ്പർ വെച്ചിട്ടായിരിക്കും. ടെമ്പററി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് നമ്മൾ അപ്രൂവ് ചെയ്യേണ്ട HM. മനസ്സിലായോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ. വലിയ പ്രശ്നമില്ല. പറഞ്ഞ പോലെ അപ്രൂവ് ചെയ്യണമെങ്കിൽ HMന്റെ ഇതിനകത്ത് കയറിയാണ് അപ്രൂവ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് സമഗ്ര സമഗ്ര ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. പണ്ട് ഗൂഗിൾ എടുക്കുമ്പോൾ ആദ്യം വരിക, ഇതൊന്നും ഇപ്പം വരുന്നില്ല. ഇങ്ങനെ കയറ്റിനകത്ത് കയറി എടുക്കേണ്ടി വരും. കുറച്ച് ദിവസമായുള്ളൂ ഇപ്പൊ അസുഖം തുടങ്ങി. സമഗ്ര ഇങ്ങനെയാണ് എടുക്കുന്നത്. കൈറ്റിന്റെ സൈറ്റിനകത്ത് കയറി ഇതിന്റെ അകത്ത് ഈ സമഗ്രയുടെ സൈറ്റ് samagria.kite.kerala.gov.in എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരും. ഞാൻ ആ URL ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇടാം. Set. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നു, സൈനപ്പ് കൊടുക്കുന്നു. സൈനപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻ വരും. ഫസ്റ്റ് നെയിം കൊടുത്തു, ലാസ്റ്റ് നെയിം കൊടുത്തു, യൂസർ നെയിം കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം 44,502 ആണെന്ന് വിചാരിച്ചോളൂ. 44,502 കോളം എന്ന് വിചാരിച്ചു. 44,502 അണ്ടർസ്കോർ കൊടുത്ത് ഒരു അത് സ്കൂൾ കോഡ് പ്ലസ് അധീൻ അധീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ യൂസർ ഐ ഡി കൊടുത്ത് പോവും. പിന്നെ ഒരിടത്ത് ചിലര് 001 കൊടുത്ത് അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ 001 ഫ്രണ്ടി കൊടുക്കണം. എനിവേ, യൂസർ നെയിം നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുക. ഇമെയിൽ ID നമുക്ക് ഒരു ഇമെയിൽ ID ഉണ്ടാവില്ല, അത് വെച്ചിട്ട് .com കൊടുത്ത് അത് ചെയ്യുക. ജെൻഡർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അങ്ങ് പോവാം. അപ്പോൾ കൺഫേം എന്ന് പറഞ്ഞ് അവസാനം വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ HMനെ അറിയിക്കാം നമ്മൾ യൂസറിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പൊ HMന്റെ ലോഗിനിനകത്ത് കയറിയിട്ട് നമ്മളെ അപ്രൂവൽ ചെയ്യാറുണ്ട്. ഒന്നത്, പിന്നെ HM നമുക്ക് ക്ലാസ്സുകൾ അലോട്ട് ചെയ്യേണ്ടത് HMന്റെ ജോലിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇത്രയും സെറ്റപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ ഇപ്പൊ ഞങ്ങൾക്ക് പാസ്വേഡ് എടുത്ത് കയറിയില്ലേ, അതാണ് സംഭവം. ഇങ്ങനെ കിട്ടും. ഇതിനകത്ത് ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ഉണ്ട്. നമുക്ക് SRG ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നാണ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ക്ലാസ് ആണെന്ന് ആദ്യം നോക്കുക.
ടി എം ഓപ്പൺ ആക്കി അന്ന് കാണാം. ഹോങ്കോങ് ട്യൂട്ടോഡ് യൂണിറ്റ് 1 ഇംഗ്ലീഷ് ഫുൾ ടീച്ചിങ് മാനുവൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ക്ലാസ് റൂമിനകത്തുണ്ട്, എടുത്തോളൂ. അപ്പോൾ അതിനകത്ത് അതവിടെ കിടന്നോട്ടെ. ഇനി ഈ സൈഡാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഏത് മീഡിയം ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യും. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്, കന്നഡ ഉണ്ട്. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പാണ്. മീഡിയം സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ചാപ്റ്റർ സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്യുമ്പോൾ ആ വിൻഡോ അങ്ങ് മാറി. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? പ്ലാൻ ടൈപ്പ് രണ്ടെണ്ണം ഉണ്ട്. യൂണിറ്റ് പ്ലാൻ ഉണ്ട്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ നമുക്ക് യൂണിറ്റ് പ്ലാന് നിലവിൽ അതൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് അതിലൊന്നും ചെയ്യാനില്ല. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എത്ര ടീച്ചിങ് മാനുവലാണ്, ചിലപ്പോൾ നമ്മൾ ആദ്യം മുതലാണ് തുടങ്ങണമെങ്കിൽ ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും. ചിലർ ഓരോ ഇപ്പൊ ഒരു ക്ലാസ്സിലത്തേക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ഒരു ക്ലാസ്സിൽ രണ്ടോ മൂന്നോ എല്ലോസ് ഒക്കെ വരും. ഇപ്പൊ എത്ര എല്ലോ വരുന്നോ അതിനനുസരിച്ച് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഇപ്പൊ ഒരു വീക്കിലത്തേക്ക് ഒരുമിച്ച് അയക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോ അതായി. ഇപ്പൊ ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് ഒരു വീക്കിലത്തേക്ക് കണക്കാക്കിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത്രയും സെലക്ട് ചെയ്ത് കൊടുത്തു. ഏർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ശൈലിയും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ എല്ലാം ടീച്ചിങ് മാനുവലും എല്ലാം കൂടെ പിടിക്കാതെ ഇതെല്ലാം കൂടെ ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ട് അത് നാളെ എടുക്കും. നമ്മള് നമുക്ക് വേണ്ടി ആര് ചെയ്തു തരും? AI ചെയ്തു തരുന്ന ഒരു പരിപാടി. നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ട് ഇതൊന്ന് കോപ്പി എടുത്ത് ആവശ്യമുള്ള കോപ്പി എടുത്തും ചെയ്യാം. എന്നെ തന്നെ ഡൗൺലോഡ് ചെയ്യാമേ. ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിലിടാം. ഡെസ്ക്ടോപ്പിലിട്ടിട്ട് സേവ്. എൻ്റെ പേര് TM യൂണിറ്റ് 1. TM യൂണിറ്റ് 1 TM യൂണിറ്റ് 1 ഓപ്പൺ ആക്കി കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഓരോ സാധനങ്ങളായിട്ട്. നമുക്ക് കണ്ടോ, ഒരു എല്ലോസ് ഉണ്ട്. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു രീതിയിൽ ചെയ്യാം. ഇല്ല എങ്കിൽ മറ്റൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ChatGPT ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന എൻ്റെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് സോറി ഏത് ഏതായിരുന്നാലും നമ്മൾ ആധികാരികത ഉറപ്പിക്കാം. ഓക്കെ ആണെന്നുള്ളത് AI തയ്യാറാക്കി തരുന്നതാണ്. കോപ്പി ChatGPT വേണ്ട. ChatGPT എല്ലാം ഒറ്റ വിൻഡോ. പ്രോംപ്റ്റ് ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് ക്ലാസ് റൂമിൽ I attach teaching manual into exact structure required for Kerala Samagra portal. Instructions: act as experienced Kerala school teacher and curriculum planner. Use attached as the source content. The attached as the target structure. Generate that is directly usable for Samagra. Samagrയിൽ അപ്ലോഡ് ചെയ്യുന്ന കണക്കിന് ഉപയോഗിക്കാൻ പറയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് കാര്യങ്ങളും കൂടെ കൊടുക്കും.
ഒന്ന് ഒരു PDF ആണേ, അത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സമഗ്ര വെബ് പോർട്ടൽ എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. അതും ഈ നമ്മുടെ TM Unit 1 ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇതെന്താണ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് വേറൊന്നുമില്ല, നമ്മുടെ സമഗ്രയുടെ ഒരു ഈ കാണുന്നില്ല, ഈ ഇന്റർഫേസിന്റെ ഒരു PDF ഓപ്പൺ ആയി കാണിച്ചാൽ ഉണ്ടോ? സമഗ്രയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ഫീൽഡ് അത് നോക്കിയിട്ട് അതിവിടെ ഉണ്ട്, പ്രോംപ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഓരോ സാധനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഇന്ന ഇന്ന സാധനങ്ങളാണ് ഇതൊന്ന് എടുത്തു തരണം. ഏതൊന്ന്? ഈ TM ഒന്ന് എടുത്തു തരേണ്ട സാധനം. നിങ്ങൾ വേറെ ക്ലാസ്സിന്റെ ഒക്കെ ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൊടുക്കും. പ്രോംപ്റ്റ് കൊടുത്ത് നമ്മളെ TM കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും. ഇതും കൂടെ കൊടുത്താൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ വെബ് പോർട്ടൽ കൊടുക്കണം, നമ്മളെ TM അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, ഈ പ്രോംപ്റ്റും കൂടെ കൊടുക്കണം. കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. സമഗ്രയിൽ നമുക്ക് നേരിട്ട് കോപ്പി പേസ്റ്റ്, ഇത്ര എളുപ്പമുള്ള പരിപാടി, സിമ്പിൾ പരിപാടി. ഇതില് നമുക്കിപ്പോ ഇവർ തന്നതനുസരിച്ച് എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ വരെയാണ് അല്ലേ? ആക്ടിവിറ്റി സ്റ്റെപ്സ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. Module 1 and 2. ഓക്കെ, Module 1 and 2. ഓക്കെ. F. Listen to teacher talk. narratives ആണ് കിടക്കുന്നത്. യൂണിറ്റ് ഒക്കെ കൊടുത്താൽ കറക്റ്റ് തന്നെയല്ല. ഇവിടുത്തെ ഹോം ഹോം ടൂട്ട് തന്നെയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഉം. നോക്കാമേ. ഡിവിഷൻ. നമുക്ക് ഈ എടുക്കാൻ പോകുന്ന ക്ലാസ്, ഞാൻ ഈ ഇപ്പൊ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മലയാളം മീഡിയം എന്ന് പറഞ്ഞ് കാണാൻ കാരണം അവിടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കാണിച്ചത്, ഇല്ലെങ്കിൽ ഈ മീഡിയം കാണിക്കില്ല. അതുപോലെ ഡേറ്റ്, അടുത്ത കമ്മിങ് ഡേറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുക. ഒരു 17-ാം തീയതി വയ്ക്കാം, 17/6/2026. പ്രയോറിറ്റി നമ്പർ നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രയോറിറ്റി നമ്പർ 1 കൊടുക്കും. പ്ലാൻ. എൻ്റെ ഈ പ്രോംപ്റ്റ് അനുസരിച്ച് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം അത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഞാൻ എടുത്ത സാധനവും ഇതുമായിട്ട് വ്യത്യാസം വരാൻ ഉണ്ടോ? പ്രോംപ്റ്റ് അനുസരിച്ച് ഇവിടെ ചീറ്റിപ്പോയി. ലിസൺ ടു ദ ടീച്ചർ ടോക്ക് ആൻഡ് ഷോ വെർബൽ ആൻഡ് നോൺ വെർബൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ കിട്ടണം. സമഗ്രയില് ലിസൺ ടു നരേറ്റീവ്സ് ഒക്കെയാണ് കിടക്കുക. നോക്കും, നമുക്കപ്പോൾ ഇതനുസരിച്ച് പോട്ടെ. മൈക്രോ പ്ലാൻ നെയിം. മൈക്രോ പ്ലാൻ നെയിം തുടങ്ങുന്നത് യൂണിറ്റ് നെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോങ്ക് ഹോങ്ക് ടൂട്ട്
കൊടുക്കുക. ആക്ടിവിറ്റി സ്റ്റെപ്പ്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓപ്പൺ ആക്കി സ്റ്റെപ്സ് എടുത്ത് കൊടുക്കുക. ആക്ടിവിറ്റി സ്റ്റെപ്പ്. ആക്ടിവിറ്റി സ്റ്റെപ്പ് 1 2 3 4. ഇവിടെ ആക്ടിവിറ്റി സ്റ്റെപ്പ് ഇവിടെ പറയാനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ആക്ടിവിറ്റി സ്റ്റെപ്സ്. നമ്മുടെ കയ്യിൽ ഫോട്ടോസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ആയിട്ട് എങ്ങനെ കൊടുക്കുക? ഈ പ്ലസ് ഐക്കൺ എടുക്കുക, പ്ലസ് ഐക്കൺ. ഓക്കെ, പ്ലസ് ഐക്കൺ എടുത്ത് ഇത് ഒരുപാട് പേര് സംശയം ചോദിച്ച ഒരു സാധനമാണ്, ഈ ഇമേജ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഇമേജ് കൊടുക്കുക. നമ്മുടെ ഡോക്യുമെന്റ്സ് എവിടെയാണോ കിടക്കുന്നത് അതിന്റെ ഫോട്ടോ നമ്മൾ എടുക്കുമല്ലോ ഫോണിലൂടെ ഒക്കെ, ടീച്ചിങ് മാനുവലിന്റെ ഫോട്ടോ എടുത്ത് ആ ഒരു പിക്ചർ വരുന്ന ആ സ്ഥലങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനത്തെ സാധനം എങ്കിൽ എടുത്ത് വെച്ച് കാണിക്കാം അല്ലേ. ഉം. ഒരു ഏതെങ്കിലും ഒരു എടുക്കാം, എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് അതിനെ അപ്ലോഡ് ചെയ്യാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തിരിച്ച് കണ്ടില്ല. നമുക്ക് ചിത്രം ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇനി നമുക്കിപ്പോൾ ഉള്ളതിനെ വെച്ച് തന്നെ എടുക്കാം. ഉള്ളതിന്റെ സ്റ്റെപ്സ് അതുപോലെ എടുത്തൊന്ന് വെക്കുകയാണെ. ഒരു ഇമേജ് എന്ന് വിചാരിച്ചാൽ ഇമേജ് ക്യാൻസൽ. ഒരു ഇമേജ് നമുക്കിവിടെ ഇങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മുടെ ശ്രമം. സ്റ്റെപ്പ് കാണണം. തടസ്സമാണല്ലേ.
ഈ ഒരു സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത്. മാച്ചിങ് ഗെയിം എന്ന് പറയുന്ന സ്റ്റെപ്പ്. പ്രിന്റ് സ്ക്രീൻ കൊടുത്തു, ഇത്രയും ഞാൻ പിക്ചർ എടുക്കാൻ പോകും. എനിക്കിതിനെ ഒരു ഇമേജ് ആക്കി നമ്മൾ അതിനകത്ത് സേവ് ചെയ്യാം. ഇപ്പോൾ ഫോണിലാണെങ്കിൽ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ വരും, ഗാലറിയിൽ നിന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആകുമ്പോൾ നമ്മൾ പെയിന്റ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യും. സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിലിട്ടു. യെസ്. ഇതിനൊരു സൈസ് അവർ പറയുന്നുണ്ട്, 240 KB അകത്ത് വരണം ഈ ഇതിൻ്റെ അകത്ത് വരാനേ. ഇത് ഇപ്പൊ എത്ര സൈസ് വന്നു? ഇത് 35 KB. ഇത് പെട്ടെന്ന് അതിനകത്ത് കയറി പോകും. പ്ലസ് ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റി സ്റ്റെപ്പ് ഇൻസേർട്ട് ഇമേജ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ കിടപ്പും. ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു ഇത് കൊടുക്കാം. ഓപ്പൺ കൊടുത്തു. വരും. കാരണം വരൂല്ല, വരും. മസ്റ്റ് നോട്ട് ലീവ് ബ്ലാങ്ക്. ഓ, അയ്യോ, അതാവും. നമ്മുടെ ഇമേജ് ഇതാ വന്നിട്ടുണ്ട്. ഇമേജിനെ നമുക്ക് സൈസ് കൂട്ടാനായിട്ട് പറ്റും. ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ചേഞ്ച് സൈസ് കൊടുത്ത് ഇവിടെ നമുക്കൊരു 800 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വലുതാവും. കണ്ടോ? ഇങ്ങനെ ഏത് ഇമേജ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കും. റിസോഴ്സുകൾ നമ്മൾ എന്തൊക്കെ റിസോഴ്സാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം ഇതിനകത്ത് കൊടുക്കണം. എന്തൊക്കെ റിസോഴ്സുകളാണ് ഉപയോഗിക്കുന്നത് അത് അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ചാർട്ട് ഉപയോഗിക്കാം എന്നവരുണ്ടാവും. ലോ കോസ്റ്റ് ടീച്ചർ മെയ്ഡ് മെറ്റീരിയൽസ്. ഐഡിയാസ്, എന്തൊക്കെ ഐഡിയകളാണ് നമ്മൾ അതിനകത്ത് വരുന്നത് അത് അറിയായിരിക്കുമല്ലോ. അതിനടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വിടുക. ഐഡിയാസ് അതിലും ഈ പറഞ്ഞ പോലെ ഇമേജുകൾ വേണമെങ്കിൽ ഇൻസേർട്ട് ഇമേജ് കൊടുത്ത് അതിനകത്ത് ചെയ്യാം. ചിലര് ഇതിനകത്ത് ടെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഫോണിൽ ചെയ്യുന്നവർ എങ്ങനെ ചെയ്യാറുണ്ട്, ഉം, ഇങ്ങനെ സംസാരിച്ച് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ടെക്സ്റ്റ് ആക്കുന്ന, വോയിസിനെ ടെക്സ്റ്റ് ആക്കുന്ന, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ടൈപ്പ് ചെയ്യുന്നവരുണ്ട്, ഇമേജ് ചെയ്യുന്നവരുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ ഇമേജ് ചെയ്യണതാണ് ഞാൻ പറഞ്ഞത്. അസസ്മെന്റ്, റഫറൻസ്. റഫറൻസ് വരുന്നത് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ്, സ്കൂൾ ടെക്സ്റ്റ്, മറ്റേതെങ്കിലും ടെക്സ്റ്റ് എടുക്കുന്നുണ്ട്, വെബ്സൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഒരു വെബ്സൈറ്റ് URL വെക്കുകയാണെങ്കിൽ URL കൂടെ മെൻഷൻ ചെയ്ത് വെക്കാൻ പറ്റും. വിക്കിപീഡിയ.
വിക്കിപീഡിയയിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആ ഒരു URL അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് റാൻഡം ആയിട്ട് ഒരു പേര് കൊടുത്തു, കേരളം കൊടുത്ത് അതിൻ്റെ ഈ URL അതിനെ ഇവിടെ നിന്ന് കോപ്പി എടുത്ത് അത് നമുക്ക് സബ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എല്ലാം നമ്മുടെ ടീച്ചിങ് മാനുവലിനകത്ത് നിന്ന് എടുക്കാം. ഇതൊക്കെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി വരുന്നുണ്ടോ അതെല്ലാം ടീച്ചിങ് മാനുവലിനകത്തുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സാധാരണ കറക്റ്റായിട്ട് കിട്ടുന്ന എന്നുള്ള പറ്റിയോ? ആവശ്യമുള്ള എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി കൊടുത്ത് സേവ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അസസ്മെന്റ് കൊടുത്തിട്ടില്ല, ആവത്തില്ല. പിന്നെ മുകളിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് വേറെ ഇല്ലേ, അസസ്മെന്റ് മാത്രമാണ് റെഡിൽ കാണിക്കുന്നത്. അപ്പോൾ അസസ്മെന്റിന്റെ അവിടെ നമ്മൾ വേണ്ട സാധനം അവിടെ നിന്ന് പോയി എടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒന്ന് കൊടുത്തിടാം. സേവ്. ഇതാണ് ഞാനിപ്പോൾ അവസാനം കൊടുത്ത ഇത്. സബ്മിറ്റ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ HTML അങ്ങ് പോകും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് നമുക്ക് അതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് പിന്നീട് നമുക്ക് വീണ്ടും എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വിടാം. എല്ലാം ഓക്കെ ആയി നമ്മൾ സാറ്റിസ്ഫൈ ആകുമ്പോൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, HMന് ഫോർവേഡ് ആവും. പുള്ളി എല്ലാം ചെക്ക് ചെയ്ത് അവിടുന്ന് അപ്രൂവൽ ആകുമ്പോൾ ഈ കാണുന്ന അപ്രൂവൽ TM എന്ന് പറയുന്ന 6 കാണുന്നില്ലേ, ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി അപ്രൂവൽ TM ഞാൻ ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇത് ഒരെണ്ണം അപ്രൂവൽ ആയ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കൊടുത്ത ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു കോളമാണ്. റെസ്പോൺസ് എന്തായിരുന്നു നമ്മുടെ റെസ്പോൺസ് നമ്മൾ കൊടുക്കുമല്ലോ, ആ സാധനങ്ങൾ ഇവിടെ അതിനകത്ത് ടൈപ്പ് ചെയ്തു ഇങ്ങനെ കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ അത് സേവ് ആവും. അതുപോലെ മറ്റൊരു സാധനം റിഫ്ലക്ഷൻ നോട്ട് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. എന്തായിരുന്നു നമ്മുടെ ആ ഇത് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ അതൊക്കെ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് ഇനി ഒപ്പീനിയനും ഇതിനകത്ത് കൊടുക്കാം. നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ ഗുഡ് ആണെങ്കിൽ ഗുഡ്, ആവറേജ്. റിഫ്ലക്ഷൻ നോട്ട് എന്താ കൊടുക്കുക സാറേ? എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ക്ലാസ്സിന്റെ പ്രവർത്തനം, ഉം, എങ്ങനെയുണ്ടായിരുന്നു ആ കുട്ടികളിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചോ, അതിന് കൊടുത്തതിൽ ഫലമുണ്ടായോ, അങ്ങനെയുള്ള സംഭവം എന്നാണ് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എങ്ങനെ ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഓക്കെ. ഇവിടെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ വിലയിരുത്തുന്ന നമ്മളുടെ ആ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എക്സലന്റ് ആയിരുന്നോ അതോ ഗുഡ് ആയിരുന്നോ ആവറേജ് ആയിരുന്നോ. ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, കുട്ടികൾ നമ്മളോട് സഹകരിക്കണം അല്ലെ, അതാണ് സംഭവം. അപ്പൊ അതിനകത്തുനിന്ന് ആ ഒപ്പീനിയൻ കൊടുക്കുക. നമുക്ക് നമ്മൾ ഇടുന്ന നമ്മുടെ മാർക്ക് ഇത്രയും കൊടുത്ത് ആഡ് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ആഡ് ആയിട്ട്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഈ ഇതെല്ലാം കൊടുത്ത് സേവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു പരിപാടിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിസ് TM. ഈ ഒരു പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളിൽ ഈ സെയിം TM അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ ഡിവിഷനിലും പോയി ഇങ്ങനെ ചെയ്യണ്ട. അതിനാണ് ടെക്നിക്ക് ഇരിക്കുന്നത്. യൂസ് ദിസ് TM അനദർ ഡിവിഷൻ. ഇതാണ് സംഭവം, ഇതാണ് ആ ടെക്നിക്ക്. ഇത് ഉപയോഗിച്ച് നമ്മൾ എല്ലാ സാധനങ്ങളും കൃത്യമായി കൊടുത്ത് ഇവിടെയാണ് നമ്മൾ മാറ്റി കൊടുക്കാനുള്ളത്. ഇവിടെ മറ്റേ ഡിവിഷൻ താഴെ കാണാം. ഇപ്പൊ ഇതിന്റെ 1ാം ക്ലാസ്സിന്റെ B ഇവിടെ കാണാം.
അല്ലേ? ഇപ്പോൾ ഒരു ഡിവിഷനെ ഇതിനകത്തുള്ളൂ. നമ്മൾ എയിലും ബിയിലും നമ്മളാണ് പഠിപ്പിക്കണമെങ്കിൽ അതിന് മാറ്റി ബി കൊടുത്ത് താഴെ സേവ് കൊടുക്കുമ്പോൾ രണ്ട് ക്ലാസ്സിലും സെയിം കണ്ടന്റ് ആയിരിക്കും. ഇല്ല, നമ്മൾ ഓരോ ഡിവിഷന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ടി എം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി അതിനകത്ത് ചെയ്യും. വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആർക്കെങ്കിലും? നമ്മൾ കുറച്ച് അഡീഷണൽ സംവിധാനങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ സംശയം ഒന്നുമില്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. 13 ഇതെന്തെങ്കിലും പറയാണ്ട. ഓപ്പൺ ആക്കുന്നതിൽ, എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ഇമേജിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സപ്പോസ് ഇപ്പൊ നമ്മള് കയ്യിലുള്ള ഇമേജ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സ്റ്റിക്കർ ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം ഇതിപ്പോ നേരെ കയറിപ്പോയി. അപ്പോൾ ഇതിൽ വലിയ സൈസാണ്, 240 KB ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ എടുത്ത് അതിനെ കംപ്രസ് ചെയ്യാം. ഇമേജിനെ കംപ്രസ് ചെയ്ത് വെക്കേണ്ടി വരും. അതിന് PI7 എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. PI7. അപ്പൊ അതിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് ആ എറർ കണ്ടിട്ട് വരണമായിരിക്കും നല്ല. ഞാൻ വലിയ സൈസുള്ള പിക്ചർ കൊടുക്കാം. വലുത് നോക്കി കിട്ടും. ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് എടുക്കാം. ഡൗൺലോഡിൽ വലിയ ഫയൽസ് ചക്ക മസ്റ്റ് നോട്ട് ലീവ് ബ്ലാങ്ക്. നമ്മൾ മൊത്തത്തിൽ ഇതല്ല വരാൻ പാടില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയും വരരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. ഇതെല്ലാം ഇത്ര സൈസ് 99 ആയി. ഇതാ 1.8. ഇത് കയറില്ല നോക്കൂ. ഇത് 1.80 MB ആണ്. എടാ, ഇമേജ് സൈസ് മസ്റ്റ് ബി ലെസ് ദാൻ 240 KB ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ PI7 എന്ന് പറയുന്ന ഈ സൈറ്റ് എടുത്ത് ഇതെങ്ങനെ എടുത്തേ? ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ എടുത്തിട്ട് PI7 എന്ന് അടിച്ചു കൊടുക്കുക. PI7 എന്നിട്ട് ഇതിനകത്ത് കംപ്രസ് എന്ന് പറഞ്ഞ സൈസ് ഉണ്ട്. നമ്മൾ 1.5 MB ആണ് കാണിച്ചത്. ഇപ്പൊ 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ MB കണക്ക് വരണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും MB KB ഒക്കെ ഉണ്ടല്ലോ. അതിന് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ഒന്ന് ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. 1024 KB ആണ് 1 MB എന്ന് പറയുന്നത്. 1 MB 1024 KB 1 MB. 1024 MB 1 TB മെഗാബൈറ്റ് ടെറാബൈറ്റ് അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ഇത്രയും ഓർത്ത് വയ്ക്കുക. 2 MB എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 240 MB KBക്കകത്ത് 240 KB പറയുന്നത്. 240 KB അതാണ് ഇവിടെ ഇവർ പറഞ്ഞ കണക്ക്. അപ്പൊ എൻ്റെ കയ്യിലിരുന്നത് എത്രയായിരുന്നു? ഞാനിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഡെസ്ക്ടോപ്പിൽ കിടന്ന ഇമേജ് 2 പോയിന്റ് സംതിങ് ആയി. അപ്പൊ അത്ര ഭയങ്കര വലുതല്ലേ. അപ്പൊ അതിനെ നമ്മൾ കംപ്രസ് ചെയ്യാൻ വേണ്ടി 200 KB എന്ന് പറയുന്ന ഈ ഓപ്ഷനെ എടുത്ത് സെലക്ട് ഇമേജസ് എടുത്ത് ഡൗൺലോഡ്സിനകത്തുള്ള ആ വലിയ സൈസ് അത് ഏതാണെന്ന് നോക്കുന്നു. മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണി 1.80 ഉള്ള ഇതാണ്.
1.80 MB. എം ബിയും കെ ബിയും ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കെ ബി കണക്ക് നോക്കുമ്പം ഓൾമോസ്റ്റ് എത്ര വരും, ഒരു 2000 KB അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് 240 KB ആണ് വേണം. അപ്പോൾ 1800 KB എന്ന് വയ്ക്കുക. 1800 KB വരുന്ന ഒരു ഇമേജിനെ നമ്മൾ 200 KB ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ PI7 എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലോട്ട് നമ്മൾ വന്നത്. ഇത് കൊടുത്തിട്ട് നമ്മൾ കംപ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് കംപ്രസ് ആയി കിട്ടും. ഇമേജുകളെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏത് വലിയ ഇമേജിനെയും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കംപ്രസ് ചെയ്യും. അപ്പൊ കംപ്രസ് ചെയ്യുമ്പോൾ ഈ KB കണക്കുകൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇത് കംപ്രസ് ചെയ്ത് കിട്ടിയതാണ്. നമുക്ക് 199 KB. ഞാനൊരു ഫയൽ നെയിമും കൂടെ കൊടുത്തിടാം. APASS. തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ASS എന്നാണ് ഞാൻ കംപ്രസ് ചെയ്തത്. ഇതിന്റെ പേര് അതിന് നമ്മളിവിടെ വീണ്ടും കൊണ്ടുവരാം. ഇതിനകത്തുനിന്ന് ബാക്ക് സ്പേസ് കൊടുത്ത് നോക്കുക. മറ്റേ ആ പ്ലസ് പോലത്തെ സാധനം വന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഹാങ് ആയ മൈക്രോ പ്ലാൻ കൊടുത്തില്ല. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ പ്ലസ് വന്നു. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻസേർട്ട് ഇമേജ് ഓപ്ഷൻ കൊടുത്തു. ASS കൊടുത്തു. ഇപ്പോ കറക്റ്റ്. റെഫറൻസ് URL ഒക്കെ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഏതാണോ ഉണ്ടോ വിക്കിപീഡിയ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന റെഫറൻസ് URL ഒക്കെ ഇങ്ങനെ ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ ടീച്ചേഴ്സ്? ഹലോ ടീച്ചേഴ്സ്, ആരും ഇല്ലേ? ഹലോ പറയാം ടീച്ചറെ. സർ, ഇതില് സമഗ്ര ചെയ്യുന്ന സമയത്തെ ഇതിനകത്ത് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്ത ചില വീഡിയോസ് ഉണ്ടാവുമല്ലോ. ഉം. നമ്മള് എല്ലോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എടുക്കുമ്പോൾ അതിന്റെ സൈഡില് സമഗ്രയിൽ ചില വീഡിയോസ് ഉണ്ടാവും ആ പാഠഭാഗവുമായി ഈ ബന്ധപ്പെട്ട്. ക്ലാസ് പറയണ ടീച്ചർ ഏത് ക്ലാസ്സാണ് ടീച്ചർ ഉദ്ദേശിച്ചത്? ഞാനിപ്പോ ഇത് 5th സയൻസ് ആണ് അങ്ങനെ എടുക്കുന്നത്. പറ. അത് പറ. ക്ലാസ് പറഞ്ഞാൽ കാരണം ഈ 5ന് താഴെ ഉള്ളതിലൊന്നും കണ്ടിട്ടില്ല. ആ ഉം. ആ. ഉം. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഞാൻ ഇപ്പം എടുക്കാം. ഒരു പറഞ്ഞ പ്ലാന്റിന്റെ ഏതായിരുന്നു 5-ല്? സയൻസ് 5th. ആ, പ്രശ്നം എന്തോന്നാ, എന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കണ്ട, ഈ 1-ലെ ഈ ക്ലാസ്സിൽ എന്നെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. ആ എന്നെ അസൈൻ ചെയ്യണം. നോക്കട്ടെ. ഇല്ലാത്തത് പണ്ട് കിട്ടുമായിരുന്നു, ഇപ്പം എല്ലാം. നോക്കട്ടെ 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 നോക്കട്ടെ. 5 സബ്ജക്റ്റ് സയൻസ് ഇങ്ങനെ കൊടുക്കാം. ആ ഒറ്റയല്ലൊരു ജീവി. ഉം. ഒരു നോക്കാം, ചിലപ്പോൾ കിട്ടിയാൽ. അങ്ങനെ വിടാൻ വന്നു 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 അണ്ടാ. ഇതിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ആ ആ ഉണ്ടെങ്കിൽ കിട്ടും. ആഡ് 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 കൊടുക്കുക.
സോഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇതല്ലേ ടീച്ചർ ചോദിച്ചത്? അതെ അതെ. ഡിവിഷൻ വരില്ല, അത് ഞാൻ സിംഗിൾ സമ്പൂർണ്ണ 5 7 ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടി. പ്രയോറിറ്റി കൊടുത്ത് നോക്കാം. ശരി, മൈക്രോ പ്ലാൻ ഒരു പേര് വെറുതെ കൊടുക്കാം. അപ്പൊ ഞാൻ അവിടുന്ന് റിസോഴ്സ് ഇവിടെ കണ്ടത് കൊണ്ട് നമുക്കിവിടെ ഇപ്പൊ ഒരു വീഡിയോ 2 വീഡിയോ കിടപ്പുണ്ട്. എല്ലാം റിസോഴ്സിലല്ലേ വരേണ്ട, അല്ലേ? അതെ. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് അത് വരും. നമുക്കിവിടെ വേണ്ടെങ്കിൽ ഈ എക്സിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ പോകും. അപ്പൊ റിസോഴ്സ് നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടാവാം. അതായത് ഈ ചലഞ്ച് ഒക്കെ വരില്ലേ, സ്റ്റെല്ലേരിയം, ഉം. ട്രാഫിക് ആണ്, ക്യൂ, ഐഡിയാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊക്കെ അതിനകത്തുള്ളത് തന്നെ മൃഗങ്ങൾക്ക്. ടീച്ചർ, ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ മൃഗങ്ങൾക്കുള്ള ജീവികളുടെ വാസസ്ഥലം? അതെ അതെ. ആണ്, ആണ്, ആണ്. കൊടുക്കുന്ന എല്ലാം റിസോഴ്സിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. വേറെന്തെങ്കിലും? മുന്നേ എടുത്ത ഏതെങ്കിലും വിഷയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമായിരുന്നു. Day 1 മുതൽ Day 2, Day 3, Day 4, Day 5, Day 6. പിന്നെ എന്തോ പറയാനായിട്ടിരുന്നത്, ഓർത്തോ? ഏറെ പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ കുറെ സംവിധാനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് 1 മുതൽ 5 വരെ ഇപ്പൊ എത്തി. ഇപ്പോൾ റീഡിംഗ് കാർഡ്, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട റീഡിംഗ് കാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പലതും കിട്ടിക്കാണും. 1 മുതൽ 5 വരെയുള്ള ഇംഗ്ലീഷാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഈ വാട്സപ്പിന്റെ വക ഒരു വലിയൊരു പണി ഇന്ന് രാവിലെ കിട്ടി. എൻ്റെ ഈ ഇതില്ലേ, നമ്മളെ ഇന്ന് ലിങ്ക് അയച്ചത് ഞാനല്ല, നമ്മളെ ടീച്ചറാണ് അയച്ചത്. രാവിലെ മുതൽ എൻ്റെ വാട്സപ്പ് ബ്ലോക്കായി. അപ്പൊ അത് മാറ്റാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. വൈകിട്ടായിട്ട് അത് കാണുന്നത്. ഇടയ്ക്ക് ഒരു അല്പസമയം എനിക്ക് ഫ്രീ. ഫോർത്ത് ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ്സ് കിട്ടിയില്ലല്ലോ, തേർഡ് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞു വന്നു. ആ, 3ാം ക്ലാസ് എത്തിയപ്പോ എനിക്ക് ബ്ലോക്ക് മെസ്സേജ് വന്നു. എൻ്റെ നമ്പർ ബ്ലോക്ക്. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ക്ലാസ് എടുത്തപ്പോഴേ ആ ടെൻഷൻ മനസ്സിലായില്ല. അത് ഇതുവരെ ക്ലിയർ ആക്കി തന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇടയ്ക്ക് വൈകുന്നേരം ഒന്ന് ക്ലിയർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഇന്ന് നിങ്ങളുടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലിങ്ക് ഒക്കെ ഇട്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് വൈകുന്നേരം നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ബ്ലോക്കായി. കമ്പ്യൂട്ടർ മുമ്പിൽ വന്നിരുന്ന്
അവർ പറയണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊത്തം ഇതിനകത്ത് 30 ക്ലാസ് ഗ്രൂപ്പുകളുണ്ട്. 1-ാം ക്ലാസ്സിന്റെ ഒരു 7-8 എണ്ണം, 2-ാം ക്ലാസ്സിന്റെ അതുപോലെ എല്ലാത്തിലും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാൻ പാടില്ല അവര് ഇങ്ങനെ നിയമമുള്ള ഒരു കഥ. ഇന്ന് ആദ്യത്തെ അനുഭവം എല്ലാം തയ്യാറാക്കി 1-ാം ക്ലാസ് മുതൽ 5 വരെയുള്ളതൊക്കെ തയ്യാറാക്കി വെച്ച് ഫുൾ പ്ലാനിലായിരുന്നു. അങ്ങനെ അതുപോലെ എല്ലാ വിഷയം ചെയ്യാം, മലയാളമൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്ത് വന്ന് 3 ആയപ്പോഴത്തേക്ക് സംഭവം സ്റ്റോപ്പ്. എനിക്കൊരു ബ്ലോക്ക് മെസ്സേജ് വന്നു. ഞാൻ ഇതെന്ത് സംഭവം എന്ന് നോക്കാം. നമ്മള് മറ്റേ വേണ്ടാത്തതൊന്നും അല്ലല്ലോ ചെയ്തിട്ട്, പിള്ളേർക്ക് ആവശ്യമുള്ള സാധനമല്ലേ കൊടുക്കും. അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഒരു മൊത്തത്തിൽ മൂഡ് ഔട്ട് ആയി. ഞാൻ കുറെ പേരെ വിളിച്ച് തിരക്കി കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഏകദേശം ഓക്കെ. അത് ഇനി ഒന്ന് ശരിയാക്കാനുള്ള വഴി പറഞ്ഞു തന്നു. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ലതാണ്. ഇന്ന് എന്തോ പറയില്ല, പരസ്യത്തിലൊക്കെ പറഞ്ഞു അഴുക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ഒരു ആ ഒരു സംഭവം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ലതെന്നാണ് പറയുന്നത്. കുറച്ച് കൂടുതൽ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് എല്ലാ ഗ്രൂപ്പുകൾക്കും അയക്കാം. അഥവാ അങ്ങനെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ റിസോഴ്സ് ടീച്ചേഴ്സിന് കിട്ടും. ഇപ്പൊ അതുപോലെ ജനറൽ നോളേജുമാണ് തുടങ്ങി വെച്ചത്. ഇംഗ്ലീഷിന്റെ റീഡിംഗ് കാർഡ് തുടങ്ങി, ജനറൽ നോളേജ് തുടങ്ങി, അതിന്റെ പുറകെ മലയാളം, പിന്നെ സയൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാഠപുസ്തകത്തിൽ നിന്ന് എങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള റിസോഴ്സുകളൊക്കെ എടുക്കാം എന്നുള്ളത്. LP സെക്ഷനുകളിലാണല്ലോ കുറവുള്ളത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ശരിയാവും. പിന്നെ വേറെ വിശേഷം? ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ പ്രകടിപ്പിക്കാം. SRGയും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ടീച്ചറെ, SRG ഞാൻ തൊട്ടിട്ടില്ല. സാധനം ഇതാണ് സാധനം. നമ്മുടെ കയ്യിൽ SRG റിപ്പോർട്ട്, മിനിറ്റ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് ഇടാം എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഒരു ക്ലാസ്സിൽ. പക്ഷെ ഇതുവരെ ആ സാധനം തൊട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി HM ന്റെ ലോഗിൽ എന്തെങ്കിലും നമുക്ക് ഒരു ടീച്ചർ വ്യൂവിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ അതിലുള്ള സ്റ്റാഫുകളുടെ ഒക്കെ വെച്ചിട്ടുണ്ട്. ആ നമുക്ക് നോക്കാം. നീ ഇതുപോലെ ഒരു സെക്ഷൻ നമ്മൾ എന്തെങ്കിലും വയ്ക്കുമ്പോൾ ഞാൻ അതൊന്ന് പഠിച്ചിട്ട് വരാം. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് ഒന്നും തന്നിട്ടില്ല. ഈ കാണുന്ന അതിനകത്ത് എനിക്ക് ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ SRGയിൽ എന്തെങ്കിലും HM എന്തെങ്കിലും കാണും. HM അവിടുന്ന് ചെയ്യുന്ന സാധനം. കാരണം ഇത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് HM അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ 2 സാധനമാണ്, ടീച്ചിങ് മാനുവലും SRGയും ആണ് നമുക്ക് നിലവിൽ ചെയ്യാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പൊ SRG എന്ന് പറഞ്ഞാൽ ഇതാണ് ലിങ്ക്. നിലവിൽ അതിന്റെ വേറെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. വേറെ ഒരു ബട്ടണോ ക്രിയേറ്റ് ചെയ്യാനൊന്നുമില്ല. എന്തായിരുന്നാലും അതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ കൂൾ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനമാണ് ഈ ഒരു നമ്മുടെ ടീച്ചറിനകത്ത് ഉള്ളത്. എന്തായാലും ഞാൻ ഓർത്തിരിക്കുക. പിന്നെ എനിക്ക് ആക്ടിവിറ്റി പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ ഏതാണ് ടീച്ചറെ? സമഗ്രയില്. ആക്ടിവിറ്റി പ്രസന്റേഷൻ. ആ അത് നോക്കാം. ഓരോ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പൊ ഓരോ ആക്ടിവിറ്റി പ്രസന്റ് ഓരോ ക്ലാസ്സിന്റെ ചെയ്ത് നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം തന്നെയാണ് കേട്ടോ. നോ ആക്ടിവിറ്റീസ് അവൈലബിൾ കാണൂല. 5 മുകളിലത്തെ ക്ലാസ്സിന്റെ വല്ലതും വേണമെങ്കിൽ കാണാം. മലയാളം, സയൻസ്, അതില് എല്ലാ ആക്ടിവിറ്റി ഉണ്ടോ? അതാണ് പറഞ്ഞത്. ഈ LP സെക്ഷനുകളിൽ ഇല്ല, വലിയ ക്ലാസ്സുകളിലൊക്കെ ആക്ടിവിറ്റി പ്രസൻസിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അല്ല UPയിലെ ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അല്ലേ ടീച്ചറെ? ടീച്ചർ ഉണ്ടായിരുന്നല്ലോ സയൻസിന്റെ, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നോ? പോയ ടീച്ചർ
Exit. Activity exit. 5ാം ക്ലാസ്. ഇംഗ്ലീഷിനകത്തൊന്ന് ഉണ്ട്. റിസോഴ്സസ് റോൾ പ്ലേ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ മാത്രം, അത് വെറുതെ ഒന്ന് ടെസ്റ്റിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടിരിക്കുന്നു. വെറുതെ ഒരു വീഡിയോ, വെറുതെ ഒരു വീഡിയോ ഇംഗ്ലീഷിന്റെ. ഇംഗ്ലീഷിൽ ഒരെണ്ണമുണ്ട്. പിന്നെ മറ്റേ വിഷയങ്ങൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട 5 ഇംഗ്ലീഷ് മീഡിയം 5 ബേസിക് സയൻസ് ചെയിൻ ഓഫ് ലൈഫ്. ആ, കുറച്ച് സംഭവങ്ങളുണ്ട്. കുറച്ചേ ഉള്ളൂ, ബാക്കി എപ്പോഴെങ്കിലും ഇടുവായിരിക്കും. ഇതിപ്പോ ഓരോന്നിന്റെയും ഈ എല്ലാം എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കിട്ടും. ഫുഡിന്റെ എല്ലാം ഉണ്ടായിരുന്നു കൊള്ളാം. ഓക്കെ ടീച്ചേഴ്സ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ടിവിറ്റിയിലെ കേസുകളൊക്കെ മനസ്സിലായാലും 30 ക്ലോസ് ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ?
ഇനി എപ്പോ എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ ബാച്ചിലെ ഇന്ന് 10ാമത്തെ ഡേ 10 ആണ്. കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും നമ്മൾ കാണും. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഇനി അടുത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച ഡേ 1 മുതൽ തുടങ്ങുകയാണ്. അതിൽ ഇതുവരെ ഒട്ടും ഒന്നും മനസ്സിലാവാത്ത ഡേ 1 എനിക്ക് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വരും. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് സംവിധാനങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. കോഴ്സിന് വന്നതിന് ഇത്രയും ദിവസമൊക്കെ സഹകരിച്ചതിന് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇനിയും സംശയങ്ങളൊക്കെ വരട്ടെ. ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഓക്കെ, പിരിയാം. ഒരു മെസ്സേജ് വന്നു നോക്കട്ടെ. താങ്ക് യു. ഓക്കെ ഓക്കെ, നമ്മൾ ടാറ്റ പറഞ്ഞ് പിരിയല്ല. ഒരു മൈക്കെടുത്തല്ല. എന്തെങ്കിലും പറയാൻ മൈക്കെടുത്തതാണോ? താങ്ക് യു പറഞ്ഞതാ സാറേ. ഓ, ശരി 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 ടീച്ചറെ. ഓക്കെ, എന്താ പിരിയാണ്. ജസ്ന ടീച്ചർ വന്നു. ജസ്ന ജസ്റ്റ് ടീച്ചർ പറയൂ ടീച്ചർ. ഒരുപാട് കാര്യങ്ങള് ഈ ഒരു ക്ലാസ് കൊണ്ട് സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ഉം. എന്റെ ഓർമ്മയിൽ അത്ര നിക്കൂല. അപ്പൊ എപ്പോഴും സാറെ യൂട്യൂബ് ഒക്കെ വീണ്ടും വീണ്ടും കണ്ടിട്ട് ഉം. പ്രോംപ്റ്റും അത് അപ്പൊ ഇനി ആ ഗ്രൂപ്പിൽ നിന്ന് അത് പോവില്ലല്ലോ. ഇല്ല ഇല്ല, ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടോ? നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞില്ലേ, ഈ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഞാൻ നമ്മള് ഓരോന്ന് ചെയ്യുമ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും സംശയം പേടിയല്ല. ഉണ്ടാവുമ്പോ ഓ, വീണ്ടും അത് ഗുഡ് എടുത്തെടുത്ത് ഗുഡ്. നോക്കിയിട്ടാ ചെയ്യാറ്. ഓ ഓ, ക്ലാസ് റൂമല്ലേ ടീച്ചർ ഉദ്ദേശിച്ചതാ? ആ ക്ലാസ് റൂം പിന്നെ ആ, സാറെ ഓരോ വീഡിയോസ് ഇടുന്ന പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ ഗ്രൂപ്പില്. അതെ അതെ അതെ, അതെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കി അങ്ങനെ ചെയ്യാറ്. അപ്പൊ ചെയ്യും. ഈ പ്രോംപ്റ്റ് എല്ലാം നമുക്ക് എവിടെയോ എടുത്ത് സേവ് ചെയ്യാൻ കാര്യം കഴിയില്ലല്ലോ. അപ്പൊ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുമല്ലോ അല്ലെ? അതെ അതെ അതെ, ഗ്രൂപ്പ് ഉണ്ടാവും. ആ ക്ലാസ് റൂം ഉറപ്പായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഒന്ന് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന. ഉപകാരപ്പെട്ടിട്ടുണ്ട് അതെ കാര്യങ്ങള്. ടീച്ചറെ, ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യം മുതലുള്ള ചെയ്ത കാര്യങ്ങളൊക്കെ, കാരണം ആ ഓക്കെ. ക്ലാസ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഈ വീഡിയോസ് എല്ലാം ഞാനൊരു ഇതില് യൂട്യൂബ് വീഡിയോസ് ഞാൻ വേറെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലാസ്സിന്റെ 9 ക്ലാസ്സിന്റെ 10 ക്ലാസ്സിന്റെ വീഡിയോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉം, ഉം. അല്ലാതെ വരുന്ന കുറെ കാര്യങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ സാർ പറയുന്ന അതെ, കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അതാ ഓക്കെ. എന്തായാലും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. ഇപ്പൊ സ്കൂളിലെ ഫുൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയുണ്ട്. ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളെ ടീച്ചർമാരെയൊക്കെ കോഴ്സിന് പറഞ്ഞു വരണം. ആ ശരി 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 സാർ. ശരി, ഓക്കെ. എല്ലാവർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി once again. സാറേ, ഇപ്രാവശ്യം പോസ്റ്റർ, പരിസ്ഥിതി ദിന പോസ്റ്റർ, സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ പോസ്റ്ററൊക്കെ സാറിന്റെ ഒരു ക്ലാസ് കൊണ്ട് ചെയ്യാൻ പറ്റി. ആരെ ഒന്ന് ഷൈൻ ആശ്രയിക്കാതെ ചെയ്തു, ചെയ്യാൻ ഷൈൻ ചെയ്തു, പറ്റി. ഷൈൻ ചെയ്തു, സ്കൂളിൽ ഷൈൻ ചെയ്തു. അതെ 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 അതെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനിയും സാർ ഏത് ക്ലാസ്സിലാണ് ക്ലാസ് എടുക്കുന്നത്? ഞാന് 2ാം ക്ലാസ് മുതൽ 5 വരെയാണ് പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ 4ാം ക്ലാസ്സിലെ മാത്സും EVS ഒക്കെ സാർ ഇടുന്നു വിചാരിക്കുന്നു. ഓ ഓ ഓ, ഞാൻ EVS ആദ്യമായിട്ട് ഈ വർഷം കൈവച്ചു. തുടങ്ങിയതേ ഉള്ളൂ. മാത്സ് ഇതുവരെ തൊട്ടിട്ടില്ല. അതെ. നോക്കാം. ഞാൻ എന്തായിരുന്നാലും എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് പോവാൻ സമയം ഒത്തിരി ഉണ്ട്. വൈകിട്ടും ഒക്കെ ഒരുപാട് സമയമാണ്. ഞാൻ സ്കൂളിന്റെ അടുത്താണ് താമസം. വേറെ പണിയൊന്നുമില്ല, വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. അതാണ് AI-ലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും മാത്സിലൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും EVS ഉറപ്പായിട്ട് പ്രതീക്ഷിക്കും. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും കാണാം. ബൈ.